ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ജേർണൽ സപ്ലൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങളും വാഷി ടാപ്പും പാറ്റേൺ പേപ്പറും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് ജേർണൽ സപ്ലൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് ജേർണൽ ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഡൂഡിൽഡൻ. അപ്പോൾ നമ്മളൊരു പാറ്റേൺ പേപ്പറാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പേസ്റ്റൽ കളർ ഒരു ആൽക്കഹോൾ മാർക്കറാണ് ഞാൻ എടുക്കാൻ വെച്ചത്. പക്ഷേ അതിൽ കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് പിങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെക്കൊണ്ട് ഞാനൊരു ഗ്രിഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പിങ്ക് പേപ്പർ എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തന്നെ ഒരു വേറെ കളറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു പേസ്റ്റൽ ഗ്രീൻ അല്ല, പേസ്റ്റൽ യെല്ലോ പോലത്തെ അങ്ങനത്തെ ഒരു കളറിനെ കൊണ്ടാണ് ഞാൻ വേറൊരു ഗ്രിഡും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം മറ്റേ ഗ്രിഡ് കുറച്ചുകൂടി മെസ്സായിട്ടായിരുന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ച് 4 ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊന്നിനല്ല, നമുക്ക് വാഷി ടാപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ വാഷി ടാപ്പ് ഡിസ്പെൻസർ കൊണ്ടാണ് ഞാൻ അളന്നെടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് സ്കെയിലുണ്ട്, പക്ഷേങ്കിൽ എവിടെയാണെന്ന് കാണുന്നില്ല. ഒരു സ്കെയിൽ വാങ്ങിയാൽ അപ്പോഴത്തേക്ക് അത് കാണാണ്ട് പോകും. അത് താഴെയാണുള്ളത്. നമ്മൾ റൂം ചേഞ്ച് ചെയ്തല്ലോ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോൾ ഞാൻ വാഷി ടാപ്പ് ഉണ്ടാക്കുമ്പോൾ ആകെ ഈ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിൽ വരാറുള്ളൂ. ഒരു ലീഫും ഒരു ഫ്ലവറും, അങ്ങനെയാണ് എനിക്ക് വരാറുള്ളത്. പിന്നെ വേറെ ഡിസൈനൊക്കെ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ഈസി ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയിട്ടുള്ളത്. ഒരു വട്ടത്തിനുള്ളിൽ കുറച്ച് ഇങ്ങനെ ചൊറച്ചിട്ട് കൊടുക്കും, അത് വേഗം കഴിയും. പിന്നെ നേരത്തെ എടുത്ത അതേ കളർ കൊണ്ട് തന്നെ ഞാൻ ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് റോസ എന്ന് തന്നെ വിചാരിച്ചു, കാരണം കുറച്ച് വട്ടത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം മറ്റേ വാൾ ഗ്രിഡ് പിങ്കും പിന്നെ ഒരു യെല്ലോയിലാണ് ആക്കിയത്. അതുകൊണ്ട് തന്നെ വാഷി ടാപ്പ് അങ്ങനെ തന്നെയാണ് ആക്കുന്നത്, കാരണം മാച്ചായിട്ട് പോകണമല്ലോ. ഞാൻ അധിക സാധനവും മറ്റേ പിങ്കും യെല്ലോ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ജേർണൽ സപ്ലൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായാലും ചെയ്യും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ ഈ ജേർണൽ സപ്ലൈസ് കൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കെയിലിനെ പോലെ തന്നെ എനിക്ക് സിസറും കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ കട്ടർ കൊണ്ട് ഒന്ന് അവിടെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ കട്ടർ കൊണ്ട് മുറിക്കുമ്പോൾ നല്ല സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ ഇങ്ങനെ മുറിക്കുമ്പോൾ കത്രിയേനെക്കാട്ടും ഏറ്റവും നല്ലത് ഈ പേപ്പർ കട്ടറാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കത്രി എടുക്കാത്ത വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പേപ്പർ കട്ടർ കൊണ്ട് തന്നെ ഞാൻ മുറിക്കുന്നുണ്ട്. ജേർണൽ സപ്ലൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേഗം പറയും വാഷി ടാപ്പെന്ന്. കാരണം എൻ്റെ പാറ്റേൺ പേപ്പർ ആയാലും മറ്റേതായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വാഷി ടാപ്പാണ്. വാഷി ടാപ്പെന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു നീളത്തിലുള്ള ഒരു സാധനം. കാരണം നമ്മൾ റോളിങ് സാധനം കാർഡ്ബോർഡ് വെട്ടിയിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ 4 ഉണ്ടാക്കിയല്ലോ, ഒരേപോലത്തെ അല്ല, 2 സെയിം ആയിട്ടുള്ള. അപ്പോൾ ആ 2 സെയിം ആയിട്ടുള്ള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്യിച്ച് 2 അറ്റത്തൊന്നും ഇങ്ങനെ ഒന്ന് മറ്റേ ഗ്ലൂ കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഒന്ന് റോൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഈ ഒറ്റൊരു വാഷി ടാപ്പിനെ കൊണ്ട് നമുക്കൊരു 2 ജേർണലൊക്കെ ഒന്ന് സങ്കല്പിക്കാമല്ലേ. അപ്പോൾ ഏറ്റവും നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷി ടാപ്പ് ലാസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, അത് മറ്റേ വാഷി ടാപ്പിനെ കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്, റിയൽ വാഷി ടാപ്പിനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വാഷി ടാപ്പിന് ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ വേറൊരു ഒരു പരീക്ഷണം ചെയ്തായിരുന്നു, മറ്റേ പോളറോയിഡ് ഫോട്ടോസ് ആക്കുന്നത്. പക്ഷേ അത് ചെറുങ്ങനെ ചീറ്റിപ്പോയി. അതിന് പകരം ഞാനൊരു ഫോട്ടോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ജേർണലൊക്കെ ചെയ്യുമ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ ഒട്ടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഫോട്ടോ തീം പോലെയാണ് ആക്കിയിട്ടുള്ളത്. സാധാരണ കുറച്ച് ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. എനിക്കെപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആകെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു 2-3 കള്ളി വരച്ചു കൊടുക്കാൻ എനിക്കറിയുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ റൗണ്ട് ചിലപ്പോൾ കൊണ്ട് വരച്ചത് ശരിയായില്ലല്ലോ എന്ന്. അതൊരു ഡിസൈനാണ്, ആ ഡിസൈനായിട്ട് തന്നെ കണ്ടോളൂ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആക്കിയല്ല. പിന്നെ കുറച്ച് തോട്ട്സ് എഴുതി കൊടുക്കുന്നുണ്ട്, മൊമെൻറ്റ്സ് ബിഫോർ ഡിസാസ്റ്റർ. അത് എവിടെയോ കേട്ടില്ലേ, അത് തിരിഞ്ഞിട്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം, കാരണം എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കാണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സാധനവും ഞാൻ പിങ്ക് ആൻഡ് യെല്ലോയിലാണ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ വേറെ ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ ഒരു റെയിൻബോ തീമൊക്കെ അടിക്കും, അതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊളായിപ്പോയ ഒരു 2 ഗ്രിഡല്ല
ഒരു ഗ്രിഡ് പാറ്റേൺ പേപ്പർ ഉണ്ട്, ഒരു യെല്ലോ തീമും ഒരു പിങ്ക് തീമും, പിന്നെ വാഷി ടാപ്പ്, 2 ഫോട്ടോസും, പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ഹെഡ് ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെക്കൊണ്ട് നമ്മൾ ജേണലൊക്കെ ചെയ്യുന്നതാണ്. അത് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാൻ മറക്കല്ലേ. ബൈ ബൈ.